260 പേരുടെ ജീവനൊടുത്ത അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിന് നാളെ ഒരാണ്ട് തികയുന്നു. 2025 ജൂൺ 12 ഇന്ത്യയെ നടുക്കിയ ദുരന്തമായിരുന്നു അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കായി പറന്നുയർന്ന ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ നിയന്ത്രണം നഷ്ടപ്പെട്ട സമീപത്തെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ സമുച്ചയത്തിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം യാത്രക്കാരും ജീവനക്കാരും മരണത്തിന് കീഴടങ്ങി. നിലത്തുണ്ടായിരുന്നവരും ദുരന്തത്തിന്റെ ഇരകളായി. സാധാരണ ദിവസത്തെ പോലെ ആരംഭിച്ച ആ ഉച്ചതിരിഞ്ഞ നിമിഷങ്ങൾക്കകം ദുഃഖത്തിന്റെ കനത്ത മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു. കുടുംബാംഗങ്ങളെ കാണാനോ ജോലിക്കായോ സ്വപ്നങ്ങളുടെ നഗരങ്ങളിലേക്കോ യാത്ര തിരിച്ചവർ തിരിച്ചു വരാത്ത ഒരു യാത്രയായി മാറി. അപകട സ്ഥലത്ത് ഉയർന്ന തീയും പുകയും രാജ്യത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. രക്ഷാപ്രവർത്തകർ മണിക്കൂറുകളോളം അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തി. ഈ ദുരന്തം ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ സംഭവങ്ങളിലൊന്നായി രേഖപ്പെടുത്തി. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകളും മറ്റും തെളിവുകളും പരിശോധിച്ച് അപകട കാരണം കണ്ടെത്താനുള്ള അന്വേഷണവും ആരംഭിച്ചു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ചതാകാമെന്ന സൂചനകൾ ഉയർന്നിരുന്നു. എന്നാൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്തിമ കണ്ടെത്തലുകൾക്കായി രാജ്യം കാത്തിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ സങ്കീർണത മൂലം അന്തിമ റിപ്പോർട്ടിനു പകരം ഇടക്കാല റിപ്പോർട്ടായിരിക്കും വാർഷികത്തോടനുബന്ധിച്ച് ഉടൻ വരികയെന്നും സൂചനയുണ്ട്. ഒരു സെക്കൻഡിന്റെ ഇടവേളയിലാണ് വിമാനത്തിന്റെ 2 ഇന്ധന സ്വിച്ചുകളും ഓഫായത്. ഇത് പൈലറ്റുമാർ മനഃപൂർവ്വം ചെയ്തതാണോ, അതോ അബദ്ധവശാലാണോ, അതോ സാങ്കേതിക തകരാർ മൂലം സംഭവിച്ചതാണോ എന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടം നടന്ന 1 മാസത്തിനുള്ളിൽ AIB പ്രസിദ്ധീകരിച്ച പ്രാഥമിക റിപ്പോർട്ട് കൂടുതൽ ചോദ്യങ്ങൾക്കാണ് വഴിവെച്ചത്. ഇന്ധന സ്വിച്ചുകൾ എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേയാളോട് ചോദിക്കുന്ന കോക്പിറ്റ് സംഭാഷണം ഭാഗികമായി പുറത്തുവിട്ടതും ദുരൂഹത വർദ്ധിപ്പിച്ചു. പൈലറ്റുമാരെ ആരോപണ നിഴലിലാക്കി വിമാന നിർമ്മാതാക്കളെ രക്ഷിക്കുവാനുള്ള ശ്രമമാണെന്ന് ആരോപണവും ഉയർന്നു. അഹമ്മദാബാദ് വിമാനാപകടം ഒരു വിമാനത്തിന്റെ തകർച്ച മാത്രമായിരുന്നില്ല. 100 കണക്കിന് കുടുംബങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരൊറ്റ നിമിഷത്തിൽ തകർന്നു വീണ ദാരുണ സംഭവമായിരുന്നു അത്. ന്യൂസ് ഡെസ്ക് വീക്ഷണം.